മഴയും ഇവിടുത്തെ കാലാവസ്ഥ അത്ര മോശമായിരുന്നു. എന്റെ സൗണ്ട് പോയിരുന്നു. പിന്നെ ഒന്ന് വയനാട് വരെ പോയി വന്ന് ഈ കാര്യങ്ങളല്ലാതെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഞാൻ 30 ദിവസം ഓൾമോസ്റ്റ് ഞാൻ എന്റെ വീട്ടിൽ തന്നെ മര്യാദയ്ക്ക് നിന്നില്ല. മനാഫ് ഇന്നലെ നടത്തിയ തെരച്ചിൽ അർജുനെ കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷെ പകരം കിട്ടിയത് ലോറിയുടെ ചില ഭാഗങ്ങളാണ്. പക്ഷെ മനാഫ് ഇന്നലെ പറഞ്ഞു വെച്ചാൽ അത് മനാഫിന്റെ ലോറിയല്ല, പക്ഷെ കിട്ടിയ ടയർ മനാഫിന്റെ ആണെന്നുണ്ട്. ഇപ്പൊ എന്താണ് ഇതിലുള്ള ദുരൂഹത ഇപ്പോഴും? ഇപ്പൊ ഇതുവരെ ഞങ്ങൾക്ക് നമ്മളെ വണ്ടിന്റെ എന്ന് പറഞ്ഞിട്ട് കിട്ടിയത് ആകെ ഒരു ജാക്കി, പിന്നെ ഈ ഒരു കയറ്. ഈ കയർ ഇപ്പോഴും ആ വെള്ളത്തിന്റെ അടിയിൽ തന്നെ ഉള്ള കേട്ടോ. അതിന്റെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ കണ്ടുപിടിച്ചത്. ഇനി അതിന്റെ മറ്റൊരു തറ്റം കണ്ടുപിടിച്ചിട്ട് പോണം സ്കൂബ ഡൈവേഴ്സിന്. അപ്പൊ ഈ കിട്ടിയ ലോറിയുടെ ഭാഗം മനാഫിന്റെ എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുമത്? ഏത് ബാക്കിയുള്ളതൊന്നും നമ്മളെ ഭാഗമല്ല. അതിൽ തന്നെ ഇപ്പൊ ഒരു ഇത് കിട്ടിക്കണല്ലോ, ഫ്രണ്ട് സൈഡ് ലോറിന്റെ. അത് ടാങ്കർ ലോറിന്റേതാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോറിന്റേതാവാം, വേറൊരു വാഹനത്തിന്റെ. മനാഫിന്റെതെല്ലാം എങ്ങനെ പറയും? ഇത്രയും ദിവസം കിടന്ന പീസാണ്, അത് തുരുമ്പെടുക്കാം, പെയിന്റ് പോയി ഇത്ര ദിവസം വെള്ളത്തിന് അടിയിൽ കിടന്ന പീസാണത്. അല്ല, ആ ഒരു പീസിന്റെ മുകളിൽ പല പ്രാവശ്യമായിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ലെയർ ആയിട്ട് പെയിന്റ് ചെയ്തതാ. ഇന്നലെ ജാക്കി കണ്ടപ്പോൾ തന്നെ മനാഫ് പറഞ്ഞാൽ അത് മനാഫിന്റെ ആണ് ഒറ്റയടിക്ക് പറയാൻ പറ്റി. പക്ഷെ ഇന്ന് ഈ ലോറിയുടെ കൊണ്ട് പറയാം അത് എന്റേതല്ല എന്ന് പറയാൻ പറ്റി. പക്ഷെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മനാഫിനെ ഇത്ര ദിവസം ഇന്നലെ കുറച്ച് ഏതാണ്ട് ദിവസം വരെ മനാഫിന്റെ കൂടെയായിരുന്നു ജനങ്ങളും സമൂഹ മാധ്യമങ്ങൾ. പക്ഷെ ഇന്ന് മുതൽ സമൂഹ മാധ്യമങ്ങളിൽ പല വാർത്തകൾ പറഞ്ഞുണ്ട്. ഇതിൽ 2 വാർത്ത താങ്കൾ സൂചിപ്പിക്കാം. ഒരു വാർത്ത ഇതാണ്, മനാഫിന് അർജുനെ അല്ല വേണ്ടത്, ലോറിയാണ്. അതിനൊരു മറുപടി ഉണ്ടോ? തീർച്ചയായിട്ടും. എന്തായാലും അത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്ത ആളുകൾ എന്താണ് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് ലോറിന്റെ ഇൻഷുറൻസിനെ പറ്റിയിട്ട് കൂടുതൽ ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു. ഈ വിമർശിക്കുന്ന ആൾക്കാർക്ക് ആദ്യം ഒരു കാര്യം പറയാനുള്ളത്, ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ലോറി ആക്സിഡന്റ് ആയാൽ ഇൻഷുറൻസ് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ലോറി കളവ് പോയാൽ ഇൻഷുറൻസ് കിട്ടും, ലോറി കത്തിപ്പോയാൽ ഇൻഷുറൻസ് കിട്ടും, ലോറി വെള്ളത്തിന്റെ ഫ്ലഡിൽ പെട്ടാൽ ഇൻഷുറൻസ് കിട്ടും. ഇതിപ്പോ ഏത് ഘടത്തിലും പെടുത്തിയിട്ട് ഞങ്ങൾക്ക് ഇൻഷുറൻസ് എന്നായാലും കിട്ടും. അതായത് ഞങ്ങളെ ലോറി ആകെ എടുത്തിട്ട് 1 കൊല്ലമായിട്ടേ ഉള്ളൂ. അതായത് ഈ വണ്ടീന്റെ ഫുൾ എമൗണ്ട് തിരിച്ച് ഇൻഷുറൻസ് ആയിട്ട് കിട്ടും. പിന്നെ ഇതിന് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ടോട്ടൽ ഞാൻ 30 ദിവസമായി ഓൾമോസ്റ്റ് ഇന്നത്തേക്ക്. മലേഷ്യയിൽ ബിസിനസ് ഉണ്ടെന്നുണ്ട്, ബിസിനസ് വിട്ടിട്ട് നിൽക്കുകയല്ലേ? അതെ, 30 ദിവസത്തിന്റെ ഇടയിൽ ഞാൻ ആകെ 3 ദിവസമാണ് ടോട്ടൽ ഇവിടുന്ന് മാറിയത്. അതിൽ 2 ദിവസവും ഞാൻ എന്താക്കിയിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു, അഡ്മിറ്റ് ആയിരുന്നു. മഴയും ഇവിടുത്തെ കാലാവസ്ഥ അത്ര മോശമായിരുന്നു. എന്റെ സൗണ്ട് പോയിരുന്നു. പിന്നെ ഒന്ന് വയനാട് വരെ പോയി വന്ന് ഈ കാര്യങ്ങളല്ലാതെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഞാൻ 30 ദിവസം ഓൾമോസ്റ്റ് ഞാൻ എന്റെ വീട്ടിൽ തന്നെ മര്യാദയ്ക്ക് നിന്നില്ല. എനിക്ക് 3 ചെറിയ കുട്ടികളാണുള്ളത്. എനിക്ക് ഫാമിലി ഉണ്ട്. ഞാൻ ഇത്ര ഒന്ന് എന്താ പറയാ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് എന്റെ വണ്ടിന്റെ കാര്യത്തിലോ. അല്ലെങ്കിൽ പിന്നെ അതേമാതിരി തന്നെ തുറന്ന ഒരു ബുക്കാണ്. ഇപ്പൊ ഓൾറെഡി 6 കഷ്ണം മരം കിട്ടിക്കഴിഞ്ഞിരിക്കണ്. ഇനിയുള്ള മരങ്ങളും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടും. അത് ചന്ദനാണോ മറ്റു മരമാണോ? അതിലോട്ട് എന്റെ അടുത്ത ചോദ്യം വരാണ്. മറ്റൊരു ചോദ്യം മനാഫിനെ പറ്റി മറ്റൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ പറയാൻ വെച്ചാൽ, അതിൽ തടി മാത്രമല്ല ആ ലോറിയിൽ ഉണ്ടായിരുന്നു, മറ്റെന്തോ വസ്തു അർജുൻ കടത്താൻ ശ്രമിച്ചു. അതുകൊണ്ട് മാത്രമാണ് മനാഫ് ഇത്രയും ദിവസം കർണാടകയിൽ നിൽക്കുന്നത്. മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നും അത് മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ചർച്ച കൂടി സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മറുപടി എന്താണ്? കുറച്ചു ദിവസം കാത്തു നിന്ന് കഴിഞ്ഞാല് ആ വണ്ടി അവിടുന്ന് പൊക്കും. ഓക്കെ, അത് പൊന്തിക്കുന്ന ടൈമിന് അർജുനെ അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടും. എന്റെ വിശ്വാസമാണ് കേട്ടോ, അർജുന അതിൽ തന്നെ ഉണ്ടാവണമെന്നാണ് കേട്ടോ എന്റെ പ്രാർത്ഥന. 101% അർജുന അതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു വിശ്വാസമില്ല. ഉണ്ടാവുകയാണെങ്കിൽ അർജുന അവിടെ തന്നെ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. ഓക്കെ, ഇത് പൊന്തിക്കുന്ന ടൈമിന് ഇവിടത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ മലയാളം ചാനലിൽ സംസാരിച്ചതിന് 10 ഇരട്ടി സ്ട്രോങ്ങിലാണ് കർണാടക ചാനലുകളിൽ സംസാരിച്ചത്. എനിക്ക് ഏറ്റവും കൂടുതൽ ശത്രുത എന്നോടുള്ളത്
കർണാടകയിലുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥര്, കളക്ടർ, ഇവർക്കൊക്കെ എന്നോട് എന്തായാലും ഭയങ്കര ശത്രുത ഉണ്ട്. നാളെ ഈ അർജുന്റെ മാറ്റർ കഴിയുന്നോട് കൂടിയിട്ട് ഇനി ഇന്റെ ഭാവി എന്താവും എനിക്ക് ഒരു ഉറപ്പുമില്ല. കാരണം ഞാൻ എന്റെ കുട്ടികൾക്ക് അന്നം വാങ്ങുന്നത് ഈ കർണാടകയിൽ നിന്ന് മരം കൊണ്ടുപോയിട്ട് വേണം, നാട്ടിൽ കൊണ്ടുപോയി വിറ്റിട്ട് വേണം എനിക്ക് ജീവിക്കാൻ. ഇനി എന്റെ വണ്ടികൾ ഈ കർണാടക റോഡിൽ കൂടിയേ ഈ ഓടുമ്പോ എന്തൊക്കെ ചൊറകൾ ഉണ്ടാവും, ഞാൻ ഇനി ഇവിടുന്ന് കർണാടകയിൽ നിന്ന് വാങ്ങണ മരങ്ങളൊക്കെ എന്ത് പ്രശ്നങ്ങൾ വരും, ഇതൊന്നും ഞാൻ ചിന്തിക്കാതെ ചെയ്ത കാര്യങ്ങൾ. ഞാൻ ചിന്തിച്ചിട്ട് അതൊന്നും ഞാൻ വലിയ കെയർ ചെയ്യാതാണ് ഞാൻ ഇന്ന് എന്താക്കുന്നത്, ഈ വിഷയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നത്. അതായത് മറ്റൊരു സംശയം ഇതാണ്, അതായത് ഈ അർജുന കാണാതെ അന്ന് മുതൽ ഇന്ന് വരെ, അതായത് ഇന്നലെ വരെ തിരച്ചിൽ ലോറിയുടെ പീസ് കിട്ടുന്ന കയർ അതുവരെ മനാഫാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ പൊതുസമൂഹത്തിൽ സോഷ്യൽ മീഡിയ ചർച്ച, മനാഫ് എന്തിന് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നു, ഇതിലൊരു കള്ളത്തരമില്ലേ? അങ്ങനെ ചിന്തിക്കുന്നവർക്ക് എന്താ പറയാ, എന്റെ ജോലിക്കാര് ഒരാള് പോലും ഇതിപ്പോ കേൾക്കണ എന്റെ ജോലിക്കാരോട് ആരോട് ചോദിച്ചാൽ മതി, ഓർക്ക് നല്ല ബോധ്യമുണ്ട്. ഇതിന്റെ മുമ്പും പല വിഷയങ്ങളിലും ഞാൻ ഇന്നും കടപ്പെട്ടിരിക്കുന്നത്, ഞാൻ ഭൂമിയിൽ ഇപ്പൊ എന്റെ മാതാപിതാക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഞാൻ എന്റെ ജോലിക്കാരോടാണ്. എന്റെ ഫാദർ അറിയപ്പെടുന്ന ഒരു മരക്കച്ചവടക്കാരനായിരുന്നു. പക്ഷെ മരണപ്പെടുന്ന സമയത്ത് നമ്മളെ അടുത്ത് അതിന് മാത്രം പണം ഇല്ലേനു. ഒന്നുമില്ലാത്തത് എന്റെ ചെറിയ അനിയനെയും കൂട്ടിയിട്ട് ഞാൻ ഈ കച്ചവടത്തിൽ ഒന്നും അല്ലാത്തോടും ചെറിയ രൂപത്തിലെങ്കിലും ആയത് എന്റെ ജോലിക്കാര് കാരണമാണ്. എന്റെ ജോലിക്കാരെ ആത്മാർത്ഥത കാരണമാണ്. ഞാൻ ഇതുവരെ എന്റെ ജോലിക്കാർക്ക് ശമ്പളം അല്ലാതെ വേറെ ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ എന്റെ ജോലിക്കാർക്ക് തിരിച്ചു കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്, അതിപ്പോ ആവശ്യമുള്ള ഒരു സമയമാണ് അർജുന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളത്. അത് ഞാൻ ചെയ്തേ മതിയാവും. അതിനെ ആരിഞ്ഞ് വിമർശിച്ചാലും, അതിലെന്ത് വർഗീയത കലർത്തിയാലും, വേറെ എന്തെങ്കിലും നക്സൽ ആയിട്ട് എന്നെ പ്രഖ്യാപിച്ചാലും, കള്ളക്കടത്തുകാരനായിട്ട് പ്രഖ്യാപിച്ചാലും ഒന്നും ഒരു പ്രശ്നമില്ല. ഞാൻ അത് എന്താ പറയാ, ഓന്റെ വീട്ടിൽ എത്തിക്കുക എന്ന് പറയുന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. എന്റെ ലോറിയിൽ ഓന് എന്താ പറയാ കുടുംബം പോറ്റാൻ വേണ്ടി കേറിയ ആളാണ് കഴിഞ്ഞ 3.5 കൊല്ലം മുമ്പേ. ഓൻ കാരണം ഞാൻ അവൻ ലോറി കയറുന്ന സമയത്ത് ഞങ്ങൾക്ക് ആകെ 2 ലോറി ഉള്ളു. 6 ലോറിയിലേക്ക് അവനും കൂടിയാണ് ഇന്നെ എത്തിച്ചത്. അതായത് ആ വ്യക്തിബന്ധം നമ്മളൊരു ജോലിക്കാരൻ എന്നുള്ള ഒരു തരത്തിലുള്ള ഇതുവരെ ജീവിതത്തിൽ ആരോടും പെരുമാറിയിട്ടില്ല. നമ്മളൊരു ഫ്രണ്ട്സാ. അവൻ ഈ ലാസ്റ്റ് ട്രിപ്പ് പോകുമ്പോഴും എന്നോട് പറഞ്ഞ ഒരു കാര്യം, മനാഫ്ക നമുക്ക് ഇതുവരെ സ്റ്റാഫ് ടൂർ പോയിട്ടില്ല കേട്ടോ, നമ്മള് ടൂർ പോകണം കേട്ടോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ പല ആൾക്കാർ പല സമയത്താ കോഴിക്കോടത്തെ, എങ്ങനെ ടൂർ പോകാൻ പറ്റാ? ഇല്ല, നമ്മളെല്ലാരും കൂടി എങ്ങനെങ്കിലും ഒപ്പരം വരും, നിങ്ങൾ നിർബന്ധമായിട്ടും ഇന്ന നമ്മളെ ടൂർ കൊണ്ടുപോകണം കേട്ടോ. അതായത് നമ്മളെല്ലാരും ഒരു ഫാമിലി മാതിരി ജീവിച്ചാണ് എല്ലാ കാര്യങ്ങളും. രാത്രി നിങ്ങൾ സൈബർ സെല്ലിന്റെ കണക്കെടുത്ത് നോക്കിയാൽ മതി, 3:30 മണിക്ക് എന്റെ അനിയന് അർജുൻ ആയിട്ട് അവസാനമായിട്ട് സംസാരിച്ച സമയം. അപ്പൊ ആലോചിച്ചാൽ മതി, ഏത് ദിവസത്തെ സൈബർ സെല്ലിലുള്ള റെക്കോർഡ് എടുത്ത് നോക്കി വീട്ടിൽ രാത്രി വരെ ഇവരോട് സംസാരിച്ചും കൊണ്ടാണ് എന്റെ അനിയൻ നിൽക്കാറ്. അപ്പൊ എന്താ പറഞ്ഞാൽ, അത് വ്യക്തിപരമായി നമുക്ക് നമ്മളെ ജോലിക്കാരനിൽ കൂടുതൽ നമ്മളെ കൂടപ്പുറപ്പ് മാതിരിയായിട്ടാ തോന്നി. അങ്ങനത്തെ ഒരുത്തന് ഏത് സ്ഥലത്ത് പോയാലും, ഓൻ ഏത് പാതാളത്തിലായാലും നമ്മൾ അവനെ കൊണ്ടുവന്നിട്ടേ അതിൽ കാര്യമുള്ളൂ. അതുപോലെ മറ്റൊരു ഇതുണ്ട്, അത് ഈശ്വർ മാൽപ്പ ഇപ്പൊ മനാഫിന്റെ ആളാണെന്നും ഇന്നലെ ആരും ഇറങ്ങിയില്ല, ഈശ്വർ മാൽപ്പ മാത്രം ഇറങ്ങിയിട്ട് ജാക്കി കണ്ടുപിടിച്ച് തിരിച്ചു വരണം. അപ്പൊ ഇതെല്ലാം കൂട്ടിവാക്കിയ സമൂഹ മാധ്യമം ഇപ്പൊ മനാഫിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുന്നത്. ഈശ്വർ മാൽപ്പ ഇന്റെ ആളാണ്. അതേമാതിരി തന്നെ ആ മണ്ണിന്റെ അടിയിൽ വേറെ 2 ആൾക്കാരുടെ ഓരോ ആളാണ്. ഈശ്വർ മാൽപ്പ ഒരു മനുഷ്യസ്നേഹിയാണ്. അയാള് എന്താ പറയാ, ഈ വിമർശിക്കുന്ന ആൾക്കാര് അവിടെ കുത്തിരുന്ന് വിമർശിക്കാന്നല്ലാതെ സഹായിക്കാൻ ഒരാളും വരുന്നില്ല. അതൊരു വലിയ പോയിന്റാണ്. ഇന്നെ കുറെ മലയാളികൾ സഹായിക്കാനായിട്ട് ഇവിടേക്ക് വന്നിട്ടില്ല എന്നല്ല, ഈ വന്ന ആളുകളൊക്കെ ഞാൻ ഇപ്പോഴും ബന്ധങ്ങളുണ്ട്. ഈ വിമർശിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ടേക്ക് ഞങ്ങളൊന്ന് ഈ 1 മാസമായല്ലോ ഈ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങോട്ട് വരി. ഇവിടെ ചോറ് വരെ ഇല്ല. ഹലോ,
ഇന്നത്തെ ഒരു കഥ ഞാൻ പറയാലോ. ഇന്നൊരു മലയാളി ഫാമിലി വന്ന് പാലക്കാട് ഭാഗത്തുനിന്നാ വന്നത്. ഒരു ഭാര്യ, ഒരു മോള്, 2 ആൺകുട്ടികള്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന് വന്നിട്ട് പറഞ്ഞത്, സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞത്, മനാഫെ ഇന്റെ മക്കള് സ്കൂബ ഡൈവേഴ്സ് ആണ്, ഞാൻ സ്കൂബ ഡൈവറാണ്, എന്റെ ജ്യേഷ്ഠന് സ്കൂബ ഡൈവിംഗ് ആണ്, ഞാൻ എന്റെ ഭാര്യനെയും എന്റെ മോളെ അടക്കാണ് വന്നത്, ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് നിപ്പുറക്കിയായിട്ട് വന്നതാണ്, എങ്ങനെയും എന്റെ മക്കളൊന്ന് സ്കൂബ ഡൈവ് ചെയ്യും. ഈ വന്ന ആള് ക്യാൻസർ രോഗിയാണ്. ക്യാൻസർ വന്ന കീമോ കഴിഞ്ഞിട്ട് തലയിൽ ഒരു തുള്ളി മുടിയില്ല. ഞാനിത് നിങ്ങളെ വാർത്തയിൽ മാത്രം പറയുന്ന ഒരു കാര്യമാണ്, വേറെ ഒരു ചാനലുകാരോടും പറയാത്തൊരു സങ്കടമായ കാര്യമാണ്. അദ്ദേഹത്തിന് ക്യാൻസർ വന്നിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോ വരെ ഇതാണ് ന്യൂസ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്കില്ല് എന്ന് പറയുന്നത് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് എത്രയോ പോലീസുകാരെ സഹായിച്ച മനുഷ്യനാ. ആളെ പേര് പോലും ഞാൻ ഇതുവരെ എനിക്കറിയില്ല, ചോദിച്ചിട്ട് പോലില്ല, സമയം കിട്ടിയില്ല. എന്നോട് പറഞ്ഞത് എന്റെ 2 മക്കൾ ഇറങ്ങും, മനാഫ് നമുക്കൊരു അവസരം തരും. ഈശ്വർ മൽപ്പനോട് ഞാൻ സംസാരിച്ചിട്ട് എന്താ ഈശ്വർ മൽപ്പന്റെ ആളുകളായിട്ട് ആ 2 പേരെ ഇന്ന് ഇറക്കി, നിങ്ങൾ വീഡിയോ നോക്കിയാൽ മതി. അതായത് ആ മരണക്കിടക്കെന്ന് ആ ആള് വരണമെന്നുണ്ടെങ്കിൽ അയാളെ മക്കളെ, അയാളെ ആരെ വേണമെങ്കിലും നമ്മൾ ഇറക്കാൻ തയ്യാറാണ്. അത് ഇനി എന്ത് ഉടായ്പ കളിച്ചിട്ടായാലും വേണ്ടില്ല, ഇറക്കി ഒരു വന്ന്. അപ്പൊ എന്തായാലും അത് സ്നേഹിക്കാൻ കുറെ ആളുകളുണ്ട്, ദ്രോഹിക്കാൻ വേറെ കുറെ ആൾക്കാരുണ്ട്. ഈ ദ്രോഹിക്കുന്ന ഈ ബാഡ് കമന്റ്സ് ഒക്കെ അയക്കുന്ന ആളുകള് ഒരു നേരം ഞാൻ ഓരോ മൊത്തം ചെലവ് എടുത്തോളാം, ഇവിടെ വന്നിട്ട് ഒരു ദിവസം ഇവിടെ നിക്കി ഈ അവസ്ഥ കാണണം. ഈ വന്ന ആളുകൾ തിരിച്ച് ഞാൻ പറഞ്ഞു, കാരണം അയാള് ഗാലറി ഇരുന്ന് കളിയാണോ കളിയാണ്, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം. ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയോ, നമ്മൾ രാവിലെ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ രാത്രി വന്നിട്ട് ഒരു ചോറ് ഇപ്പൊ കഴിക്കുകയായി ചെയ്ത്. ഞാൻ ഇപ്പൊ ഇതുവരെ കഴിച്ചിട്ടുമില്ല. ഞാൻ എന്റെ കയ്യിൽ ഞാൻ പാർസൽ എടുത്തിട്ട് ഇനി റൂം പോയിട്ട് വേണം കഴിക്കാൻ. നിങ്ങൾ ആ ദയനീയ അവസ്ഥ മനസ്സിലാക്കണം. ഒരു ബക്കറ്റ് വെള്ളം പോലും കൊണ്ടുവന്നിട്ട് അവിടെയുള്ള ആളുകൾ വെക്കൂല. ഇന്ന് പോലും ഞാൻ കർണാടകയിലെ MLA പരാതി പറഞ്ഞിട്ടുള്ളൂ, സാറേ വെള്ളെങ്കിലും കൊണ്ടുപോയി വെക്കി, ആളുകൾ ഇത്രയും ചൂടാണ്, അത്രമാത്രം വെയിലാണ് അപ്പൊ അവിടെ. പണ്ട് മഴ ഇനിയും ഇപ്പം നല്ല വെയിലാ. അപ്പൊ ആളുകൾക്ക് എന്താ പറയുക, ദാഹിക്കുമ്പോ ഇതൊക്കെ എന്താ പറയാ, ഇതൊക്കെ കേരളത്തിലാണെന്നുണ്ട്, വയനാട്ടിൽ പറഞ്ഞാൽ 100 മീറ്ററിൽ ചായയും പലഹാരവും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഈ വയനാട്ടിൽ പോയ സമയത്ത് ബേലി പാലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലേനു. ശശി തരൂർ MP കണ്ട് സംസാരിച്ച് അവിടുന്ന് തിരിച്ച് ഞാൻ നടന്നിട്ട് താഴെ എന്റെ വണ്ടി ഉള്ളത് പാർക്ക് ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേക്ക് പള്ള നിറച്ചും ഭക്ഷണ, കപ്പ ബിരിയാണി, എല്ലാ ടൈപ്പ് ഭക്ഷണങ്ങളും, എല്ലാ ആളുകൾ ഓരോ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കും. ഞാൻ ഇന്നലെ തെരച്ചിൽ നിർത്തി, ഇന്ന് ഓഗസ്റ്റ് 15 തെരച്ചിൽ. ഇനി എന്നാണ് തെരച്ചിൽ തുടരുന്നത്? ഇനി നാളെ തുടങ്ങും. അതേമാതിരി തന്നെ തിങ്കളാഴ്ച ഗോവന്ന് മറ്റേ ഇത് സാധനം വരും, മണ്ണ് മന്തി യന്ത്രം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞോളൂ. അതിന്റെ മുമ്പേ നമുക്ക് ചെയ്യാനുള്ളത് എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഈ മണ്ണുമാന്തി യന്ത്രം വരുന്നതിന് മുമ്പേ ഇപ്പൊ സ്കൂബ ഡൈവേഴ്സ് എല്ലാരും പറയുന്ന ഒരു കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഈ മരങ്ങൾ എന്താ പറയാ, മലന്റെ മുകളിലുള്ള മരങ്ങൾ ഈ വണ്ടിന്റെ മുകളിലുണ്ട്. അതേമാതിരി തന്നെ ഞങ്ങൾക്ക് 2 കർണാടകക്കാരെയും കിട്ടാണ്ട്. അപ്പൊ അത് നമ്മളെല്ലാരും ഉത്തരവാദിത്താണ്. മൊത്തം നമ്മളെല്ലാരും ഒരു ഇന്ത്യൻസാ. അതിൽ കേരളവും കർണാടകയും ഒന്നുമില്ല. നമുക്ക് എന്താ പറയാ, അർജുന്റെ വീട്ടുകാരെ എത്ര സങ്കടപ്പെടുന്നുണ്ടോ അതേമാതിരി വേറെ 2 വീട്ടുകാരും ഓരോ കുടുംബത്തിന്റെ അത്താണിയായ 2 ആൾക്കാരെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. അതും കൂടി ഇതിന്റെ കൂടുതൽ നമ്മൾ എടുത്തു കൊടുക്കുമ്പോഴേ എന്താവുള്ളൂ, മലയാളി പൊളിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ അതിനും കൂടി ശ്രമിക്കണം. ഇവിടെ ഉള്ള ആളുകൾ എന്തായാലും ശ്രമിച്ച് എടുത്തു കൊടുക്കുന്നു, ഒരു പ്രതീക്ഷ ആ വീട്ടുകാർക്ക് പോലും ഇല്ല. അപ്പൊ അതും കൂടി നമ്മൾ എടുത്തു കൊടുത്തിട്ട് എന്താവണം, നമ്മൾ അർജുനെയും കൊണ്ടുവരുമ്പോഴാണ് കുറച്ചും കൂടി സന്തോഷം ഉണ്ടാവുക. അപ്പൊ അത് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ആ മരങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്, ലോറിന്റെ മേലെ ആയിട്ട് കുറെ മരങ്ങൾ കിടക്കുന്നുണ്ട്. ഈ മരങ്ങൾ ഒരു സാധാ ക്രെയിൻ ഉണ്ടല്ലോ, കുറച്ച് ഹെവി വേണം, ആ ക്രെയിനുകൾ ഉപയോഗിച്ച് ഓരോരോ മരങ്ങൾ മേലേക്ക് കയറ്റുമ്പം
വല്ല ബോഡികളും ആ മരത്തിന്റെ ശിഖരങ്ങളിൽ അമർന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ഉം. അത് പുറത്തേക്ക് വരും. അതോട് കൂടിയിട്ട് നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബാധ്യതയും കൂടി നമുക്ക് എന്താക്കാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.